സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കാൻ ഇന്ന് പൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ സ്വർഗ്ഗത്തിൽ ഒരുക്കിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിച്ച സംഘത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 107 സങ്കീർത്തനമാണ് ഇന്ന് വായിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ഹെഡിങ്ങിൽ ആരാ എഴുതിയെന്ന് കാണുന്നില്ലെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവത്തിൻ്റെ വചനമാണ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് അവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെപ്പറ്റി അനുഗ്രഹങ്ങളെപ്പറ്റി വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 107 സങ്കീർത്തനം. അതിന് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാമല്ലോ. 107 സങ്കീർത്തനം. സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവമക്കൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടതാണ്. യഹോവയ്ക്ക് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഓരോന്ന് ഓർത്ത് എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ പരിപാലിക്കാനിടയായിത്തീരുന്ന മാതാപിതാക്കളെ, ബന്ധക്കാരെയും ചാർച്ചക്കാരെയും ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തിന് എന്ത് ചെയ്യണം? ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. സംഗീതകാരൻ ആദ്യം പറയുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്താണ്? എന്നേക്കുമുള്ളത്. 1-2 ദിവസമല്ല, ഓരോ ദിവസവും എന്നേക്കും. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് അവൻ്റെ ദയ തീർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഭൂമി തുടങ്ങി അന്ന് മുതൽ അവസാനിക്കുന്ന അന്ന് വരെയും ദൈവത്തിൻ്റെ ദയ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദയ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ പാടി ആരാധിച്ചത് പ്രത്യാശയുടെ ഓരോ പാട്ടുകളാണ്. ഹല്ലേലൂയ. ആ പാട്ടുകൾ പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ നൊടി നേരം കൊണ്ട് വിട്ട് പറന്ന് പ്രാക്കളെ പോലും അറിയാമോ സ്വർഗരാജ്യത്തിൽ പോകാനിടയായി തീരും. ഒരു ദൈവവേദലിൻ്റെ പ്രത്യാശ അതായിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ദൈവത്തോട് ചേർന്ന് ആരാധിക്കുവാനിടയായിത്തീരും. ഈ കഷ്ടങ്ങൾ, ഈ ഭാരങ്ങൾ, ഈ പ്രയാസങ്ങളൊക്കെ വിട്ടിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ചേരുവാനിടയായിത്തീരും എന്നവൻ്റെ മുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ആ പ്രത്യാശയോട് നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ധന്യമേറി ജീവിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്നത് ഈ ലോകത്തിലെ ജീവൻ എന്ന് പറയുന്നത് അല്പകാലം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വാടിപ്പോകുന്ന പുല്ലുപോലേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അത് നോക്കുമ്പോൾ അതോടെ കാണുവാൻ പറ്റത്തില്ല. അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്ന അനേകം പേര് പെട്ടെന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കൃപയാൽ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരത്തോളം അനുഗ്രഹിക്കുമ്പോൾ സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുവാനിടയായി തീരണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, കുറവുകൾ ചെയ്യുമ്പോൾ, പാപങ്ങൾ കടന്നു വരുമ്പോൾ, വീഴ്ചകൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദയ എന്ത് ചെയ്യും? ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. ഹല്ലേലൂയ. അവൻ്റെ ദയ എന്നറിയാമ്പോൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ അതാണ് പറയുന്നത്. എങ്ങനെ ചെയ്യണം? യഹോവയുടെ ഹല്ലേലൂയ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ദേശത്തു നിന്ന് കൂട്ടിച്ചേർത്ത അവൻ്റെ വിമുക്തന്മാർ എന്ത് ചെയ്യണം? മൗനമായിരിക്കരുത്. ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ഇസ്രായേൽ മക്കളെ തെക്കുന്ന് കിഴക്കുന്ന് വടക്കുന്ന് പടിഞ്ഞാറ് നിന്ന് ഇപ്പോൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അവർ ചിതറിപ്പോകുവാനിടയായി തീർന്നു. അവിടെ നിന്നൊക്കെ എന്താണ്? അവരെ ശേഖരിച്ച് ഹല്ലേലൂയ ഇസ്രായേൽ കൊണ്ടുവരുവാനിടയായി തീർത്തു. അവൻ്റെ ഹല്ലേലൂയ ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ച് കൊണ്ടിരിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് കടന്നു നോക്കാം. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർക്കുവാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ അവരുടെ വഴിയാത്രയിൽ 40 വർഷത്തെ വഴിയാത്രയിൽ ഹല്ലേലൂയ അവർ പോയ ഇടങ്ങളിൽ നിന്നും അവിടെ നിന്നും അല്ല അവർക്ക് പാർക്കേണ്ടത്. അവരെ പാർക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു പട്ടണമുണ്ട്. അത് അവിടെ എത്തുമ്പോഴും അവരെന്ത് ചെയ്തു? നടക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തീയ ജീവയാത്രയിൽ ഇതുപോലെയാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചൊരു പട്ടണമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പല ദേശങ്ങളിൽ നമ്മളായിരുന്നവരുണ്ട്. ഗൾഫ് രാജ്യത്തായിരുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ആയിരുന്ന പലരും പല സ്ഥലങ്ങളിലേക്ക് പോയവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആക്കി വെച്ച ചില പട്ടണങ്ങളുണ്ട്. അല്ല ലോകപ്രകാരം അവിടെ ആയിരിക്കും ദൈവം നമ്മളെ പാർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിൽ. അതുപോലെ സ്വർഗീയ രാജ്യത്തിൽ ഈ പട്ടണം, ഈ സ്ഥലങ്ങളൊന്നും ഹല്ലേലൂയ നിലനിൽക്കുന്നതല്ല. ഇത് മുഴുവനും
തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. അല്പകാലം മാത്രമേ നമ്മളിവിടെയുള്ളൂ. നിത്യമായ ഒരു പട്ടണമുള്ളത് സ്വർഗീയ രാജ്യത്താണ്, സ്വർഗീയ സിയോനിലാണ്. ഹല്ലേലൂയ സ്തോത്രം. നിലനിൽക്കുന്ന ഒരു പട്ടണമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അതിനെപ്പറ്റി നമ്മൾ പാടി ആരാധിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതിലൂടെ വസിക്കുവാൻ, അതിലൂടെ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ളതാണ്. ഇവിടെ പറയുവാനിടയായി തീർന്നത്, വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിലൂടെ ഉഴന്ന് നടക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉഴച്ചൽ കടന്നു വരുമ്പോൾ ദൈവം ഇത് കാണുന്നില്ലയോ എന്ന് ചോദിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് വെള്ളമില്ലായിരുന്നു, ആഹാരമില്ലാത്ത സമയം ഉണ്ടായിരുന്നു. ആ സമയമൊക്കെയും മോശയുടെ സന്നിധിയിൽ കിടന്ന് അവർ പറയുവാനിടയായി. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വേണ്ടി അതാത് സമയത്ത് ആഹാരവും വെള്ളവും ദൈവമായ കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നു. 5-ാമത്തെ വാക്യം വായിക്കാം. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ പ്രാണൻ തളരുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വിശപ്പും ദാഹവും ഒക്കെ കടന്നു വരുമ്പോൾ എന്നറിയാമോ, പുറമേ കടന്നു വരുമ്പോൾ നമ്മൾ ക്ഷീണിക്കാറുണ്ട്. ഹല്ലേലൂയ. ആഹാരം കഴിക്കുമ്പോൾ ഒരു പുഷ്ടിയും ബലവും നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെയാണ് ആത്മീയ ആഹാരം, ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ അകത്തുള്ള മനുഷ്യൻ എന്നറിയാമോ ക്ഷീണിച്ചിരിക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം ആത്മീയ ആഹാരം കൊടുത്ത് ഉപവാസവും പ്രാർത്ഥനയും പാട്ടും ആരാധനയും അന്യഭാഷയും ദൈവത്തെ സ്തുതിക്കുമെന്നറിയാമോ അകത്തെ മനുഷ്യന് ഒരു ബലമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആത്മീയത്തിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകുവാൻ ഇടയായി തീരരുത്. ഹല്ലേലൂയ സ്തോത്രം. അവർ അടുത്ത വാക്യം വായിക്കുന്നത്, അവർ തൻ്റെ കഷ്ടതയിൽ എന്ത് ചെയ്തു? യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കഷ്ടത കടന്നു വരുമ്പോൾ പിറുവിറുത്തം എന്നല്ല വായിക്കുന്നത്. കഷ്ടതയിൽ എന്ത് ചെയ്തു? യഹോവയോട് നിലവിളിച്ച്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പിറുവിറുക്കാറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ സംഭവിച്ചു, മറ്റവർക്ക് ഇല്ലല്ലോ? ഹല്ലേലൂയ. പല ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഇവിടെ വായിക്കുന്നത്, കഷ്ടത കടന്നു വരുമ്പോൾ അവർ യഹോവയോട് നിലവിളിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിലവിളിച്ച് കഴിയുമ്പോൾ ഉത്തരമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരുടെ ഞെരുക്കത്തിൽ നോക്കി അവരെ വിടുവിച്ചു. പലവിധമാകുന്ന ഞെരുക്കങ്ങൾ നമുക്കുണ്ടായിരിക്കാം. ഭവനത്തിൻ്റെ ഞെരുക്കമുണ്ടായിരിക്കാം. ഹല്ലേലൂയ. സാമ്പത്തിക ഞെരുക്കമുണ്ടായിരിക്കാം. ലോകപ്രകാരം പലവിധമാകുന്ന ഞെരുക്കങ്ങൾ നമ്മളെ ഞെരുക്കിയേക്കാം. എന്നാൽ ആ ഞെരുക്കത്തിൽ നമ്മൾ ഞെരുങ്ങി പോകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു നിലവിളിയുടെ ശബ്ദം ദൈവസന്നിധിയിൽ ഉയരുന്നുവെങ്കിൽ ഒരു വിശാലതയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ പലവിധമാകുന്ന ഞെരുക്കങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നറിയാമോ, ആ ഞെരുക്കങ്ങളെ വിശാലതയാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇതുപോലെയായിരുന്നു. മിസ്രൈമിൽ അവരുടെ ജീവിതത്തിൽ അനേകം ഞെരുക്കങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കനാൻ നാട്ടിലേക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു വിശാലമായ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളൊക്കെ തീരുന്ന ഒരു സമയമുണ്ട് സ്വർഗീയ കനാൻ നാട്ടിൽ നമ്മൾ എത്തുമ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം. 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയുള്ള പട്ടണം എന്നറിയാമോ? പാർക്കുവാൻ തക്ക പട്ടണത്തിൽ. ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് തക്കതായ ഒരു പട്ടണത്തിലാണ്. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുക, ദൈവം കണ്ടിരിക്കുന്ന ആ പട്ടണം എത്തുമ്പോഴും നമ്മളെ ദൈവം നടത്തുന്നത് ചൊവ്വയുള്ള വഴിയിലാണ്. ഹല്ലേലൂയ. ഒരു ദൈവവൈതലിനെ ദൈവം നടത്തുന്നത്, ഹല്ലേലൂയ സ്തോത്രം, മറ്റാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ വിചാരിച്ചിട്ടുമില്ല. നമ്മുടെ ബന്ധക്കാരോ ചാർച്ചക്കാരോ വിചാരിക്കാത്ത വഴിയിലൂടെയാണ് ആ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെയും ഓരോ ദിവസവും വഴി നടത്തുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളും അതുപോലെയായിരുന്നു. അവർ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവമായ കർത്താവ് അവർ മുമ്പിൽ നടക്കുവാനിടയായി തീർന്നു. ഇന്നത്തെ കാലത്ത് നമുക്കൊരു വഴി, ഹല്ലേലൂയ, ഇന്നലെ ഞങ്ങൾ ബർമിംഗ്ഹാം വരെ പോകാനിടയായി തീർന്നു. അതിനു മുൻപായി അറിയാമോ, നാവിഗേറ്റർ ഓൺ ആകും. എത്തേണ്ട സ്ഥലത്തിലെ അല്ലെങ്കിൽ പോസ്റ്റ് കോഡ് അടിക്കുവാനിടയായി തീരും. നാവിഗേറ്റർ ഗൂഗിൾ വഴി പറഞ്ഞു തരുവാനിടയായി തീരും. അന്നത്തെ കാലത്ത് അങ്ങനെ സമ്പ്രദായം ഒന്നുമില്ലായിരുന്നു. ദൈവമായ കർത്താവ് അവർക്ക് മുൻപായി വഴികാട്ടിയായി നിന്നുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെത്തേണ്ട പട്ടണത്തിൽ എത്തുന്നവരെയും അവരെന്തറിയാമോ അനുഗ്രഹമായ ഒരു വഴി നടത്തുവാനിടയായി തീർന്നു. നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവമായ കർത്താവുണ്ടല്ലോ, എത്ര നല്ല കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അവരെന്ത് ചെയ്തു? പാർക്കുവാൻ ഒരു തക്ക പട്ടണത്തിൽ ചെല്ലുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നാട്ടിലേക്ക് ദൈവമായ കർത്താവ് നമ്മൾ ഇന്ന് അറിയാമോ ഓരോ ദിവസവും കൊണ്ടുപോകുവാനിടയായി തീരും. അല്പമായി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്ന ഒരു ദൈവത്തെ പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആൾക്കാരോ ഈ ലോകത്തിലെ മനുഷ്യരോ നമ്മളെ വഴി നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുഴിയിലും കുണ്ടിലും ഒക്കെ നമ്മളെ തള്ളിയിടുവാനിടയായി തീരും. ഗൂഗിളിന് പോലും വഴി തെറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ തെറ്റാതെ വഴി കാട്ടുന്നത്
ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൻ്റെ കാൽച്ചുവട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അക്കരെ സിയോൻ നാട്ടിലെത്തുന്നവരെയും വഴിതെറ്റാതെ ഓരോ ദിവസവും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കൈക്ക് പിടിച്ച് നമുക്ക് ബലവും ധൈര്യവും തന്ന് നടത്തുന്ന ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കട്ടെ. 23-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ പ്രാണനെ അവൻ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ എന്താണ്? നീതിയാകുന്ന പാതയിലൂടെ എന്നെ നടത്തുന്നു. 23-ാമത്തെ സങ്കീർത്തനത്തിൽ നല്ലൊരു ഇടയനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ആ നല്ല ഇടയൻ എന്നറിയാമോ? അല്ല, കുഴിയുടെ താഴ്വരയിലൊക്കെ കടന്നു വരുമ്പോൾ നീതിയാകുന്ന പാതയിലൂടെ എന്നെ നിന്നെ നടത്തുവാനിടയായിത്തീരും. അനീതി നിറഞ്ഞ പാതകളുണ്ട്, അക്രമങ്ങൾ നിറഞ്ഞ പാതകളുണ്ട്. അതിനെയൊക്കെ വിട്ടിട്ട് നീതിയായൊരു പാത, റൈച്ചസ്നെസ്സായ ഒരു പാതയിലൂടെ, സ്ട്രെയിറ്റായിട്ടുള്ള പാതയിലൂടെ എന്നെ നിന്നെ ദൈവമായ കർത്താവ് നടത്തുവാനിടയായി തീരും. അതുമാത്രമല്ല, കുഴിയിൽ താഴെക്കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടുകയില്ല. നമ്മൾ നടന്നു പോകുന്ന താഴ്വരയിൽ കൂരുകൾ നിറഞ്ഞതായിരിക്കും. അപ്പുറത്തുള്ള വിശ്വാസികളെയോ പ്രാർത്ഥിക്കാനുള്ള വ്യക്തി ജീവിതങ്ങളെ ആരും കണ്ടില്ലായിരിക്കാം. ഒറ്റയ്ക്കായിരിക്കാം കടന്നു പോകുന്നത്. ആ കൂരിൻ്റെ താഴ്വരയിൽ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ചന്ദ്രക്ക് മേശക്ക് തീച്ചൂളയിലിട്ടപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാകുവാനിടയായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ചൊവ്വയുള്ള വഴിയിലൂടെ നമ്മളെ നടത്തി ഓരോ ദിവസം എന്നറിയാമോ അക്കരെ നാട്ടിൽ കൊണ്ടുപോകാനിടയായി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്: നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ മുൻപിൽ നിന്നുകൊണ്ട് വഴി കാട്ടുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, അവർ മുന്നോട്ട് കടന്നു വന്നപ്പോൾ അവർക്ക് മുൻപായി ഹല്ലേലൂയ സ്തോത്രം ചെങ്കടൽ നിൽക്കുകയാണ്. മുന്നോട്ട് കടന്ന് സ്റ്റെപ്പ് വയ്ക്കുവാൻ പറ്റത്തില്ല. പുറകോട്ട് നോക്കിയെന്നറിയാമോ? ഫറവോനും കൂട്ടരും അവരെ ഫോളോ ചെയ്യുകയാണ്. മുന്നോട്ട് പുറകോട്ടും പോകാൻ പറ്റത്തില്ല. വഴി അവിടെ ക്ലോസ് ആകുവാനിടയായിത്തീരുന്നു. ആ സമയത്ത് ജനം മുഴുവനും മോശയോടൊന്ന് പിറുവിറുക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഹല്ലേലൂയ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലുവാനാണോ? അവിടെ ഞങ്ങൾക്ക് ഹല്ലേലൂയ പ്രയാസ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിക്കാനുള്ള ആഹാരമുണ്ടായിരുന്നു. പലത് പിറുവിറുത്തുമ്പോൾ ദൈവം എന്നറിയാമോ? മോശ ദൈവസനിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ഹല്ലേലൂയ വാക്കുകളാണ്. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്: നീ ഇവിടെ നിലവിളിക്കുന്നത് എന്ത് എന്നാണ് പറയുന്നറിയാമോ? നീ മുന്നോട്ട് പോകുക. ഹല്ലേലൂയ സ്തോത്രം. മോശയെടുത്ത് പറയുന്ന ആ ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഗോ ഫോർവേഡ്. ആ ശബ്ദം നമ്മുടെ കാതിന്മേൽ കേൾക്കുവാനിടയായി തീരണം. ക്രിസ്തീയ ജീവയാത്രയിൽ എവിടെയെങ്കിലും തളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇരിക്കുന്നുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോകുക. ഏലിയാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഹല്ലേലൂയ, നീ ഇവിടെ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഇരിക്കേണ്ടവനല്ല, ക്ഷീണിച്ച് തളർന്നിരിക്കേണ്ടവനല്ല. ഹല്ലേലൂയ, നിന്നെ ബലപ്പെടുത്തുവാൻ അപ്പവും അടയും തന്നിട്ട്, അപ്പവും വീഞ്ഞും തന്നിട്ട് പറയുകയാണ്, ഇത് കഴിച്ചിട്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നീ തളർന്ന് മുന്നോട്ട് പോകുക. പലപ്പോഴും നമ്മൾ തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുന്ന സമയത്തും ആ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ അതിന്മേൽ കേൾക്കുവാനിടയായി തീരട്ടെ. ഇവിടം കൊണ്ടല്ല നിന്റെ ജീവിതം അവസാനിക്കുന്നത്. ഇനി നിനക്ക് മുന്നോട്ട് പോകുവാനുണ്ട്. അനേക കാര്യങ്ങൾ നിന്റെ ജീവയാത്രയിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നന്മയെ നിന്റെ ജീവിതത്തിൽ കാണേണ്ടതുണ്ട്, അനുഭവിക്കേണ്ടതെന്ന് പറയുവാനിടയായി തീരും. ഇവിടെ കാണുവാനിടയായി തീർന്നത് ഇസ്രായേൽ മക്കളടുത്ത് പറഞ്ഞു, നീ മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം പറയുകയാണ്, നിനക്ക് വേണ്ടി കഴിഞ്ഞ നാൾ അത്ഭുതങ്ങൾ അടയാളം ചെയ്ത നിൻ്റെ കയ്യിലെ വടിയുണ്ടല്ലോ, വീര്യം പ്രവർത്തിച്ച വടിയുണ്ടല്ലോ, അതെടുത്ത് നീ എന്താണ്? ആ വെള്ളത്തിന് നേരെ നീട്ടുക. വിശ്വാസത്തിൻ്റെ വടി. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ വചനം. ഇന്ന് പൽക്കാലം തടസ്സങ്ങൾ, ഭാരങ്ങൾ, മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, അപ്പുറം കാണാതെ ഇരിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ വചനമുണ്ടല്ലോ, അത് നമ്മുടെ വായിൽ കൂടെ പറയുമ്പോൾ എന്താണെന്നറിയാമോ? മുമ്പിൽ നിൽക്കുന്ന യോർദാനാണെങ്കിലും അല്ല ചെങ്കടലാണെങ്കിലും എന്തറിയാമോ? രണ്ടായിട്ട് മാറുവാനിടയായി തീരും. പലപ്പോഴും പിശാച് നമ്മുടെ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. നീ വിശ്വാസിയാണല്ലോ, വചനത്തിൽ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചർച്ചിൽ കടന്നു പോകുന്നു, പല ചോദ്യചിഹ്നമായി കടന്നു വരുമ്പോൾ ഇവിടെ മോശ ചെയ്തതുപോലെ വിശ്വാസത്തിൻ്റെ വടി നീട്ടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവന് മുൻപിലുള്ള ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചു. അതിലൂടെ അവൻ മാത്രമല്ല, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ മുഴുവനും അപ്പുറത്ത് കടക്കുവാനിടയായി. എവിടെ വഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പലകാലം ഓർപ്പിക്കുന്നത്, വഴി ഒരുക്കുന്നവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വഴിയൊക്കെ തെറ്റിപ്പോയേക്കാം, കൂടിറങ്ങിയവരുടെ വഴി തെറ്റിപ്പോയേക്കാം, നമ്മളെ സഹായിച്ചവരുടെ വഴി തെറ്റിപ്പോയേക്കാം. എന്നാൽ വഴി നടത്താവുന്ന വാക്ക് പറഞ്ഞ
ദൈവം നമ്മുടെ മുൻപായി കടന്നുപോയി ദുർഘടങ്ങൾ ഇടിച്ച് നിരപ്പാക്കി ഇരുമ്പോടാമ്പുകളെ തകർത്ത് നമുക്ക് മുൻപായി വഴിയൊരുക്കി അക്കരയ്ക്ക് കൊണ്ടുപോകുവാനിടയായി തീരും. യെശയ്യാ പുസ്തകം 43 അധ്യായത്തിൻ്റെ 19 വാക്യം വായിക്കാം. ഇതാ ഞാൻ പുതിയോന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസലോടെ യെശയ്യാ പ്രവാചകന് ദൈവശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ദൈവമക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ വഴി ഒരുക്കുന്നവന്. ഹല്ലേലൂയ. മരുഭൂമി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ഒരുപോലെ കിടക്കും. ഹല്ലേലൂയ. എവിടെയാണ് വഴി, എങ്ങോട്ട് കടന്നു പോകണം? ഒരു മരുഭൂമിയുടെ നടുക്കൊണ്ട് ഒരു വ്യക്തി ആക്കി കഴിഞ്ഞാൽ ഒരു കടലിൻ്റെ നടുക്ക് നിൽക്കുന്നത് പോലെയാണ്. തെക്കോട്ട് പോകണോ, വടക്കോട്ട് പോകണോ, മുന്നോട്ട് പോകണോ, പുറകോട്ട് പോകണോ, അവനൊന്നും അറിയത്തില്ല. ഇന്ന് കാലം മരുഭൂമിയിൽ നടുക്ക് നിൽക്കുന്ന പോലെ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ഹല്ലേലൂയ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന്, ന്യൂ ആയിട്ടുള്ള ചില ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. മറ്റാർക്കും ചെയ്യാത്തത്, ഇതുവരെയും ചെയ്യാത്തത് നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. ഇതാ ഞാൻ അത് ഉത്ഭവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുമാത്രമല്ല, നീ അറിയുന്നില്ലയോ, ഇതാ ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത്, ഹല്ലേലൂയ, ഒരു ശബ്ദവും കേൾക്കുവാനില്ലാത്ത നിർജ്ജനമായ ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് നിനക്ക് വേണ്ടി വഴി ഒരുക്കുവാനിടയായിത്തീരും. ആരെനിക്ക് വേണ്ടി മുൻപിൽ കടന്നുപോയി വഴി ഒരുക്കുമെന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവയാത്രയിൽ വിശ്വാസത്തിൽ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, തലമുറ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ആര് വഴിയൊരുക്കും, ആരെനിക്ക് മുൻപായി കടന്നു പോകും? ഹല്ലേലൂയ. എല്ലാ വഴികളും നമുക്ക് കൊട്ടിയടയ്ക്കുമ്പോൾ, എല്ലാ ഡോറും നമുക്ക് വേണ്ടി ക്ലോസ് ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഉയരത്തിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആ ദൈവമായ കർത്താവ് അടഞ്ഞു കിടക്കുന്ന പല വഴികളെയും തുറന്ന് ഇത്രത്തോളം കൊണ്ടുവന്നുവെങ്കിൽ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇനിയും വഴി നടത്തുവാൻ ആ ദൈവം ശക്തനായ ദൈവമാണ്. അവൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് നിന്നെ മാത്രമല്ല നിൻ്റെ തലമുറയെയും ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത്, ആരും എന്നെ കാണുന്നില്ലയോ, കേൾക്കുന്നില്ലയോ, അടുത്ത സ്റ്റെപ്പ് ഞാൻ എവിടെയാണ് വെക്കുന്നത്? ഇസ്രായേൽ മക്കൾ പറയുകയാണ്, അടുത്ത സ്റ്റെപ്പ് ഞാൻ വെള്ളത്തിലാണ് വെക്കുന്നത്. ഈ വെള്ളം എന്നെ മൂടിക്കളയത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, നീ മുന്നോട്ട് പോകുക. കഴിഞ്ഞ നാൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ആ മോശയുടെ വടിയുണ്ട്, ആ വടി നീട്ടിയപ്പോൾ അത് രണ്ടായിട്ട് മാറി. ഇന്നും നമ്മൾ ഹല്ലേലൂയ അധൈര്യപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് ധൈര്യത്തോട് എന്ത് ചെയ്യണം? ആ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് പലകാലം നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരുവാനിടയായി തീരും. ആരെനിക്ക് വേണ്ടി വഴി തുറക്കും? നിർജ്ജന പ്രദേശമാണ്, മരുഭൂമിയാണ്, ആരും എന്നെ കാണുവാനില്ല, ഞാനിവിടെ നിന്ന് കരഞ്ഞാലോ പ്രാർത്ഥിച്ചാലോ ആരും കേൾക്കുന്നില്ല. ഇതുപോലെയാണ് ആഹാർ. ഒരു സമയത്ത് നിന്നറിയാമോ, ഒരു തുരുത്തിലെ വെള്ളവും അപ്പൂ അടയൊക്കെ കൊടുത്തു വിട്ടിട്ട് ഹല്ലേലൂയ ബേർശേബ മരുഭൂമിയിൽ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ അപ്പവും തീർന്നു, വെള്ളവും തീർന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഒരു അമ്പുംപാട് ദൂരത്തിട്ടിട്ട് ഹല്ലേലൂയ അവൾ കരയുവാൻ തുടങ്ങി. ഇന്ന് പലകാലം ആരെങ്കിലും ദൈവസ്ഥലത്ത് കരയുന്നെങ്കിൽ, ദൈവത്തോട് അടുത്ത് വരുന്നുവെങ്കിൽ നിങ്ങളുടെ ചെവിയുടെ മേൽ ഒരു ദൈവ ഇമ്പ ശബ്ദം കേൾക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം നീ കരയുന്ന വിഷയത്തിന് മേൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു നീരുറവ തുറക്കുവാൻ എവിടെ? മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത്. ശാസ്ത്രജ്ഞങ്ങളും ഈ ലോകത്തിലുള്ള ആൾക്കാരും പറയുകയാണ്, മരുഭൂമിയിൽ ഒരിക്കലും ഒരു നീരുറവ അവർ തുറക്കത്തില്ല എന്ന്. ലോക സയൻസുകൾ പലതും പറഞ്ഞേക്കാം, എന്നാൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ഒരു നീരുറവ ഇന്ന് പൽക്കാലം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്മായിലിനെ ചെന്ന് എടുത്ത് താങ്ങി കൊണ്ടുവന്ന് ഹല്ലേലൂയ ഈ നീരുറവയിൽ നിന്ന് കുടിക്കുവാനിടയായി തീർന്നുവെങ്കിൽ ഇന്ന് പലകാലം ദൈവസ്ഥലം നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വറ്റാത്തൊരു നീരുറവ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പലകാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. കണ്ണുനീരെന്ന് കരയുന്ന കരച്ചിലിന് കുറവ് വരരുത്. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ നന്മ ലഭിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ പഴയ കരച്ചിലും കണ്ണുനീരും കുറഞ്ഞു പോകാതെ വീണ്ടും ദൈവസ്ഥലിൽ കരയുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണിൽ നിന്ന് വരുന്ന നീരുറവ ഒരിക്കലും കുറഞ്ഞു പോകരുത്. ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ, നന്മകളെ ഓർക്കുമ്പോൾ, വഴി നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിയുമ്പോഴപ്പാ ഞാൻ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇസ്മായിലിനെ താങ്ങിയെടുത്തിട്ട് ഹല്ലേലൂയ തനിക്ക് പറയുവാനുള്ളത്, എനിക്ക് വേണ്ടി ദൈവം ഒരു നീരുറവയെ ഒരുക്കി. ലോകത്തിലുള്ള അബ്രഹാമാർ
തന്നു വിട്ട് കഴിഞ്ഞാൽ ഒരു തുരുത്തിലെ വെള്ളം മാത്രമേ ഉള്ളൂ, അല്പം അട മാത്രമേ ഉള്ളൂ. എന്നാൽ തലമുറയായി വേണ്ടുവോളം കുടിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ബന്ധക്കാരോ ചർച്ചക്കാരോ നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ നമ്മുടെ കൂടെയുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധി വിട്ട് പരിധിക്കപ്പുറമായി സഹായിക്കുവാൻ കഴിയുള്ള ഉന്നതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കരയുമ്പോൾ എനിക്ക് എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നെന്ന് വിളിച്ചു പറയത്തക്കവണ്ണം സഹായത്തിൻ്റെ കവാടം നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കൊരു ജോലി തന്നു കഴിഞ്ഞാൽ എന്നറിയാമോ, ഹല്ലേലൂയ, മറ്റുള്ളവർ ഓരോ മാസം സഹായിക്കുന്ന പോലെയല്ല, നമുക്ക് വേണ്ടുവോളം പണം ലഭിക്കുവാനിടയായി തീരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അത് കരങ്ങളെടുത്തിട്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ചില നീരുറവ, ഇതുവരെയും കാണാത്ത, ഇതുവരെയും കേൾക്കാത്ത അത്ഭുതത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഹല്ലേലൂയ ആഹാരം വന്നപ്പോൾ ആ നീരുറവ അവിടെ കണ്ടില്ല. എന്നാൽ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും കാണാതിന് നീരുറവ അവർക്ക് വേണ്ടി തുറക്കുവാനിടയായി. അത് അബ്രഹാം കണ്ടില്ല, ഹല്ലേലൂയ, ഇസ്ഹാക്ക് കണ്ടില്ല, ഹല്ലേലൂയ. അവർക്കാർക്കും കാണാത്ത ചില നീരുറവ ഈ ദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പൽക്കാലം 6 ദിവസത്തിൽ കരയുന്നുണ്ട്, 6 ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് ദേശത്ത് കടന്നു പോയാലും ആ ദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ കരയുന്നവർക്ക് വേണ്ടി ചില നീരുറവകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവം ചെറുക്കുന്ന നന്മകളെ അനുഗ്രഹം ഓർത്ത് കഴിയുമ്പോൾ എൻ്റെ കൈയുടെ മിടുക്കോ, എൻ്റെ സാമർഥ്യമോ, എൻ്റെ ബുദ്ധിയോ, എൻ്റെ പഠനമോ ഒന്നുമല്ല. ദൈവം എനിക്ക് വേണ്ടി അതാത് കാലങ്ങളിൽ മറ്റാർക്കും ഒരുക്കി കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ, നന്മകൾ എനിക്കും എൻ്റെ തലമുറക്ക് നൽകുമ്പോൾ അവൻ്റെ പാദപീഠത്തിൽ വീണ് നമസ്കരിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് അതേ അവൻ മരുഭൂമിയിൽ, അതേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് പറയുകയാണ്, അതേ അവൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഹല്ലേലൂയ നദികളും ഉണ്ടാകുവാനിടയായി തീരും. ജീവിതത്തിൽ എവിടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുന്നത് മരുഭൂമി പോലുള്ള അവസ്ഥയിൽ ഇന്ന് വൽക്കാലമായിരിക്കുന്നുവെങ്കിൽ അതിനകത്തൂരെ ഒരു നീരറോ ഒഴുക്കിയിട്ട് ദൈവത്തിന് അതിനകത്ത് പച്ച പിടിപ്പിക്കുവാനുണ്ട്, പുഷ്ടി നൽകുവാനുണ്ട്, അതിനടുത്ത് അനേക വൃക്ഷങ്ങൾ വളർന്നു വരുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണങ്ങിയിരിക്കുവാനല്ല, ശുഷ്കിച്ചിരിക്കുവാനല്ല, ആത്മാവിൽ ബലപ്പെടുവാൻ, ധൈര്യപ്പെടുവാൻ, ദൈവസ്ഥനിലേക്ക് അടുത്തു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ പക്കല് ഹല്ലേലൂയ ഒന്നിനും കുറവില്ല. ആ നീരുറവയിൽ നിന്ന് വേണ്ടുവോളം കുടിക്കുവാനിടയായി തീരും. ആ നീരുറവയിൽ കുടിച്ചു കഴിഞ്ഞാൽ നീരുറവ ഒരിക്കലും വറ്റിപ്പോകത്തില്ല, വരണ്ടു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ വേണ്ടുവോളം നമുക്ക് ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തി നമ്മളെ പഠിപ്പിക്കുന്ന ദൈവമാണ്, അതിലൂടെ നടത്തുന്ന ദൈവമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യത്തിൽ വായിക്കുന്നു, നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി അവനെ കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മളെ ഓരോ ദിവസം പോകുമ്പോൾ അവൻ നമ്മളെ ഉപദേശിക്കും, ആലോചന പറഞ്ഞു തരും. രാത്രിയിൽ കിടക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ അടുത്ത ദിവസം പോകേണ്ട വഴി എനിക്കറിയത്തില്ല, എന്നാൽ ദൈവത്തിനറിയാം ഏത് വഴിയിലൂടെ കടന്നു പോകണമെന്ന്. ആ വഴി എന്നെ ഒന്ന് ഉപദേശിച്ച് തരണമേ. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ എന്നെ നടത്തി അക്കരെ രാജ്യത്ത് എന്നെ കൊണ്ടുപോകണേ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളോ വഴിയിൽ പട്ടുപോകുവാനിടയാകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ഈ രാജ്യത്ത് കൊണ്ടുവന്നുവെങ്കിൽ, ഈ രാജ്യത്തിലൂടെ അക്കരെ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, സ്വർഗീയ രാജ്യത്ത് പോകണമെങ്കിൽ ഹല്ലേലൂയ ദൈവസ്ഥനിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ വേർപാട് നിന്നെങ്കിൽ മാത്രമേ അക്കരെ രാജ്യത്ത് നമ്മളെ പോകുവാൻ പറ്റത്തുള്ളൂ. സങ്കീർത്തനം സദൃശവാക്യം 3:5 നമുക്ക് വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറയുകയാണ്, സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്, ഊന്നരുത്. കുറച്ച് സമ്പത്ത് ലഭിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കും, ഹല്ലേലൂയ സ്വന്തം ആഗ്രഹത്തിൽ, വിവേകത്തിൽ, കഴിവിൽ നമ്മൾ ഊന്നുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഊന്നുക എന്ന് പറഞ്ഞാൽ ഒരു ബലം കൊടുക്കുക, ഒരു ധൈര്യം അതിൽ കൊടുക്കുക. എന്നാൽ ശലോമോൻ പറയുന്നത് നമ്മൾ സ്വന്തം വിവേകത്തിലോ ഊന്നാതെ ദൈവത്തിൽ എന്ത് ചെയ്യണം, ആശ്രയിക്കണം. നിൻ്റെ എല്ലാ വഴികളിലും ഹല്ലേലൂയ അവനെ നനച്ചുകൊള്ളുക. ചെറുതോ വലുതോ, വിശാലതയുള്ളതോ ഇടുക്കമുള്ളതോ, ഹല്ലേലൂയ ഏത് വഴിയായിരുന്നാലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും അറിയത്തില്ല ആ വഴിയുടെ അവസാനം എന്താ, പോകുന്ന വഴിയിൽ എന്തെല്ലാം ദുർഘടങ്ങൾ ഇരിപ്പുണ്ട്, പ്രയാസങ്ങൾ ഇരിപ്പുണ്ട് എന്ന് നമ്മൾ അറിയത്തില്ല. എന്നാൽ അറിയുന്നവന് നമ്മുടെ മുൻപായി കടന്നുപോയി അതിനെ ഇടിച്ച് നിരപ്പാക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വായിക്കുന്നത് അവൻ നിൻ്റെ പാതകളെ നിരപ്പാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഹനം ഓടിച്ചു പോകുമ്പോൾ നമുക്കറിയാം, നിരപ്പില്ലാത്ത വഴിയിലൂടെ ടയർ കയറുമ്പോൾ അകത്തിരിക്കുമ്പോൾ കുലുക്കമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമായ കർത്താവ് നമ്മുടെ മുൻപേ പോയി കഴിഞ്ഞാൽ നിരപ്പുള്ള വഴിയിലൂടെ നമ്മൾ നടന്നു പോകേണ്ട വഴി യേശു ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഏത് വഴിയിലൂടെ കടന്ന് തൻ്റെ പൈതങ്ങളെ, തൻ്റെ മക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അക്കരെ നാട്ടിലെത്തുവാനിടയായി തീരുമെന്ന്. അതുകൊണ്ട് അവനോട് ചേർന്ന് നടക്കുവാനിടയായി തീരണം. അവനെ വിട്ട് മാറി നടന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ നിരപ്പില്ലാത്ത വഴിയായിരിക്കാം, കുഴിയുള്ള വഴിയായിരിക്കാം, ദുർഘടമേടുകളായിരിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, ദൈവമാവുന്ന വഴിയിലൂടെ വചനത്തിലൂടെ നടക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, യഹൂദന്മാരെന്ന് അറിയാമോ വഴിതെറ്റി എവിടെ പോയെന്നറിയാമോ? അന്നുണ്ടായിരുന്ന ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നു പോകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വിദ്വാൻമാർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ന് അറിയാമോ നക്ഷത്രം കണ്ട് അതിൻ്റെ പുറകെ പോയി. എന്നാൽ അവരെന്ത് ചെയ്തു? സ്വന്തം വിവേകത്തിൽ ഊന്നുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവർ സ്വന്തം വിവേകത്തിൽ ഊന്നിയിട്ട് അവരെന്തെന്നറിയാമോ? അവർ ചിന്തിച്ചു, രാജാവിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എവിടാണ്? രാജകൊട്ടാരത്തിലാണ്. ഒരിക്കലും ഒരു പശുത്തൊരുത്തിലോ ഹല്ലേലൂയ താഴ്ന്നിടത്തിൽ ജനിക്കത്തില്ലെന്ന് അവർ ചിന്തിച്ചിട്ട് സ്വന്തം വിവേകത്തിൽ ഊന്നിയിട്ട് അവരെന്നറിയാമോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നുപോയി. സ്വന്തം വിവേകത്തിൽ ഊന്നിയത് മുഖാന്തരം എന്നറിയാമോ അനേക കുഞ്ഞുങ്ങൾ മരിക്കുവാനിടയായി. രാജാവിൻ്റെ കൽപ്പന വന്നു, അല്ലെങ്കിൽ വിദ്വാൻമാരെന്നെ കൽപ്പിച്ചിട്ട് പോയി. അതുകൊണ്ട് ഹല്ലേലൂയ ഏകദേശം 1-2.5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. സ്വന്തം വിവേകത്തിൽ ഊന്നിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും നഷ്ടമുണ്ടാകുവാനിടയായി തീരും. ഹല്ലേലൂയ. വിദ്വാൻമാരെന്തെന്നറിയാമോ? അവർക്ക് മനസ്സിലായി ആ നക്ഷത്രം അവർക്ക് വേണ്ടി വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തമോ ഒരടയാളമോ എനിക്കോ നിങ്ങൾക്കോ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെത്തുന്നതോളം ആ വാഗ്ദത്തം നമുക്ക് മുകളിൽ നിൽക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുവരെ നമുക്ക് വേണ്ടി ആ ഡോർ അടഞ്ഞു പോകത്തില്ല, നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് നിൽക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ ദേശത്ത് കടന്നു വന്നപ്പോൾ നമുക്ക് വേണ്ടി ചില ഡോറുകൾ ദൈവം ഓപ്പൺ ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് കൃപയാൽ നമ്മൾ ഈ രാജ്യത്ത് വരുവാനിടയായി തീർന്നത്. ഇപ്പോൾ നോക്കിയേ പല ഡോറുകളും അടഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ വിദ്വാൻമാർക്കെന്നറിയാമോ അത്ഭുത നക്ഷത്രം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് മുൻപിൽ പോയില്ല. ഹല്ലേലൂയ. അവരിറങ്ങി വന്ന് അവരുടെ മുൻപായി അത് പോകുവാനിടയായി തീർന്നു. എവിടെ? യേശു കുഞ്ഞ് ജനിച്ച ആ സ്ഥലത്തെത്തുവോളം അവരെ വഴി കാട്ടുവാനിടയായി തീർന്നു. ഇതുപോലെ ക്രിസ്തീയ ജീവയാത്രയിൽ നമ്മുടെ ഈ പോക്കിൽ, മുന്നോട്ട് പോക്കിൽ ഹല്ലേലൂയ സ്വന്തം വിവേകത്തിൽ ഊന്നിക്കഴിഞ്ഞിട്ട് ഹല്ലേലൂയ കഴിവിൽ, മിടുക്കൽ, സാമർത്ഥ്യത്തിൽ ഹല്ലേലൂയ ഇന്നാളിനോട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റുമെന്ന് ചിന്തിച്ചിട്ട് അതിനകത്ത് ഊന്നൽ കൊടുത്ത് ബലം കൊടുത്ത് പോയി കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എന്നറിയാമോ അനർത്ഥങ്ങൾ സംഭവിക്കുവാനിടയായി തീരും. എന്നാൽ ദൈവം കാണിച്ചു തന്ന ആ റൂട്ടിലൂടെ, മാപ്പിലൂടെ, ആ ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധിയുടെ വേർപാടിലൂടെ ഹല്ലേലൂയ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അക്കരെ നാട്ടിലെത്തുവാനിടയായി തീരും. സമയം കടന്നു ഇതിലേക്ക് മടങ്ങി വരാം. ഇവിടെ നമ്മൾ വായിക്കുവാനിടയായി തീർന്ന 7-ാമത്തെ വാക്യത്തിൽ അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ എന്ത് ചെയ്തു? അല്ലെന്ന് പറഞ്ഞേ, ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തി. നമ്മൾ ഓരോ ദിവസം നടക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, ഞാൻ നടക്കുന്നത് ചൊവ്വയുള്ള വഴിയാണോ? റൈറ്റ് വേയിലാണോ? സ്ട്രേറ്റ് വേയിലാണോ? അതോ റോങ് വേയിലാണോ? ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ചിന്തിപ്പാനിടയായി തീരില്ല എങ്കിൽ എബൌട്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ക്രിസ്തുവാകുന്ന പാറയിലൂടെ നടക്കുവാനിടയായി തീരണം. അങ്ങോട്ട് എൻ്റെ മാറിയെന്നറിയാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമുക്ക് പാതയ്ക്ക് പ്രകാശമാണ്. ഹല്ലേലൂയ. ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പ്രകാശം നിന്ന് കാട്ടി നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതിനകത്ത് മുന്നോട്ട് പോകുവാനിടയായി തീരണം. 8-ാമത്തെ വാക്യം വായിക്കാം. എൻ്റെ അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. പല കാലം ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തെ നമ്മൾ നന്മ ചെയ്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. അത് മാത്രമല്ല മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ മക്കളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കൽ രണ്ടായിട്ട് മാറുവാനിടയായി തീർന്നു. ഫറവോനും കൂട്ടരെ അവർ ഹല്ലേലൂയ ചെങ്കൽ തള്ളിയിടുവാനിടയായി തീർന്നു. അനേക ജാതിക രാജാക്കന്മാർ അവരെ ആക്രമിക്കാൻ കടന്നു വന്നു. അവരുടെ മുൻപാകെ ഇസ്രായേൽ മക്കൾ ജയഘോഷമായി നടക്കുവാനിടയായി തീർന്നു. അനേക കഷ്ടങ്ങൾ അവരെ വിടുവിച്ച് അക്കരെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ഇന്ന് പൽക്കാലം ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ഇവിടെ ഓർപ്പിക്കുവാനുള്ളത് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. അടുത്ത വാക്കിയോട് വായിക്കാം.
അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ആരാർത്തിയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ വചനം ഇഷ്ടം പോലെ ദൈവം കൊടുക്കുവാനിടയായി തീരും. ഒരു തൃപ്തിയിലേക്ക് ദൈവമായ കർത്താവ് നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഈ വഴിക്കോണിൽ തിരിയിലൊക്കെ ഇരിക്കുന്ന യാചിക്കുന്ന പിള്ളേരുടെ മുൻപാകെ ഒരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ വിശന്നിരിക്കുന്നറിയാമോ, ആർത്തിയോട് അത് പാരി ഭക്ഷിക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനമാവുന്ന മന്ന ലഭിക്കുമ്പോൾ ആർത്തിയോട് അതിനകത്തു നിന്ന് ഹല്ലേലൂയ വേണ്ടുവോളം ഭക്ഷിക്കുന്നുവെങ്കിൽ അകത്തെ മനുഷ്യൻ എന്തറിയാമോ, ബലം പ്രാപിക്കുവാനും ധൈര്യം നേടുവാനും ഇടയായി തീരും. ഹല്ലേലൂയ. വിശപ്പുള്ളവരെ നന്മ കൊണ്ട് അവൻ നിറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. എത്രത്തോളം നമുക്ക് ആ വചനമാകുന്ന മന്ന കൊണ്ട് നിറയ്ക്കുവാനിടയായി തീരുന്നു, അത്രത്തോളം നമുക്ക് ബലവും ധൈര്യവും പ്രാപിപ്പാനിടയായി തീരും. അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കാം. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവരെ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടി അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 20ാമത്തെ വാക്യം ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സിസ്റ്റർ പറയുവാനിടയായി തീർന്നു. അവനോട് വചനം അയച്ചവരെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന് ശക്തിയുള്ള വചനമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വചനമുണ്ടല്ലോ, അത് വായിക്കുക മാത്രമല്ല, വചനം ബുക്കിൽ മാത്രം ഇരിക്കുകയല്ല, അത് വായിച്ചു കഴിഞ്ഞിട്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാനിടയായി തീരണം. നമ്മുടെ നാവിലൂടെ പറയുവാനിടയായി തീരണം. ആ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തോളം പ്രാധാന്യമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അത് ഇരുവായത്തിലുള്ള വാളാണ്. ഹല്ലേലൂയ. ഏത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്ന് നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെയും നിരൂപണങ്ങളെയും ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം അയക്കുവാൻ കഴിയും ശക്തമായിട്ട്. ഹല്ലേലൂയ. വചനം അയച്ചു കഴിഞ്ഞാൽ എന്നറിയാമോ, ചില വിടുതൽ സംഭവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് വചനം അയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് പൽക്കാലം ഈ വചനത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. നമ്മുടെ ഏത് വേദന, ഏത് പ്രയാസവും ഉണ്ടെങ്കിലും, അത് കഷ്ടതയുണ്ടെങ്കിലും ഈ വചനത്തിൻ്റെ ശക്തി കടന്നു എന്നിട്ട് സൗഖ്യം വ്യാപരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിക്കണം. ഒന്നാമത് ഹല്ലേലൂയ. ഈ വചനം ഞാൻ എത്രയോ വായിച്ചിട്ടുണ്ട്, എത്രയോ കേട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അവിശ്വാസമായി തള്ളിക്കളയുവാനല്ല, വിശ്വാസമായിട്ട് അത് പരിണമിക്കുവാനിടയായി തീരും. ആഴങ്ങളിലേക്ക് കടന്നു എന്ന് അത് ക്രിയ ചെയ്യുവാനിടയായി തീരും. അത് വായിക്കുന്ന അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും കുഴിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കഷ്ടതയുടെയോ വേദനത്തിൻ്റെയോ ഭാരത്തിൻ്റെയോ ലോകപ്രകാരം ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ആത്മീകമായി ഏതെങ്കിലും കുഴിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഉയരത്തിൽ നിന്ന് കൈപിടിച്ച് ഹല്ലേലൂയ എന്നെ നിന്നെയും വലിച്ചു കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവം നിർത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുഴിയിൽ നിന്ന് കയറിയിട്ട് നമ്മൾ പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അറിയാമോ, നമ്മുടെ കൂട്ട് അനേകം പേര് പാപത്തിൻ്റെ കുഴിയിൽ കിടപ്പുണ്ട്, കുഴഞ്ഞ ചേറ്റിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദിവസം തീരുമാനമെടുക്കണം. കർത്താവേ, ആ കുഴിയിൽ നിന്ന് എന്നെ വലിച്ചു കയറ്റിയ കർത്താവ്, ആ യേശുവിനെ പറ്റി ഞാനും വിളിച്ച് പറയും. അനേകം പേര് ഇത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ബന്ധക്കാർ, ചർച്ചക്കാർ, കൂടെ ജോലി ചെയ്യുന്നവർ, അനേകം പേര് ഈ പാവമാകുന്ന കുഴിയിൽ കിടപ്പുണ്ട്. അവരെന്ത് ചെയ്യണം? വലിച്ചു കയറ്റുവാനുള്ള ഉത്തരവാദിത്വം ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്, അവൻ യഹോവയെ ചൊല്ലി, അവൻ ചെയ്ത നന്മകളെ ചൊല്ലിയും അവൻ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും അനേക പ്രാവശ്യം പറയുന്നുണ്ട് നമ്മൾ സ്തുതിക്കുവാനിടയായി തീരണം. അവസാനം വായിക്കുന്നത് സ്തോത്രയാഗം അർപ്പിക്കുക. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് അർപ്പിക്കുവാനുള്ളത് സ്തോത്രമെന്ന യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച നമുക്ക് അർപ്പിക്കുവാനുള്ളത്, പഴയ നിയമത്തിൽ അനേക യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഷ്ഠിക്കുവാനിടയായി. പുതിയ വിശ്വാസികൾ അർപ്പിക്കാനുള്ള യാഗം എന്ന് പറയുന്നത് സ്തോത്രമെന്ന യാഗമാണ്. ദൈവസന്നിധിയിൽ ആ യാഗമായി നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ആ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുറന്നുള്ള സമയം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം